ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാളുകൾ അടുത്തതോടെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം CAA എന്ന പൗരത്വ ഭേദഗതി നിയമമായി മാറുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ദേശീയ തലത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാനാവാത്ത കോൺഗ്രസിന്റെ നേതാക്കളും അണികളും കേരളത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പുതിയ ആരോപണം എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും CAA വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ്. ഈ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ CAA സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തതെന്നുമാണ് കോൺഗ്രസിൻ്റെയും ലീഗ് അണികളുടെയും പ്രധാന പ്രചരണം. എന്നാൽ എത്ര കേസുകളാണ് ഈ CAA സമരപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? അതിലെത്ര കേസുകൾ പിൻവലിച്ചു? ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, അതും DGPയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ ഡോക്ടർ KT ജലീൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡോക്ടർ KT ജലീൽ ഈ CAA സംബന്ധിച്ച കേസുകളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: CAA കേസുകൾ പിൻവലിച്ചതിൻ്റെ പൂർണ്ണ വിവരം. CAA ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 835. സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടി അവസാനിപ്പിച്ച കേസുകളുടെ ആകെ എണ്ണം 260. കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം 283. നിരാക്ഷേപ പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം 86. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ 205. അന്വേഷണ ഘട്ടത്തിലുള്ളത് 1. ആകെ പിൻവലിച്ച കേസുകൾ 543. ആകെ നിരാക്ഷേപ പത്രം നൽകിക്കഴിഞ്ഞ കേസുകൾ 204. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള 205 കേസുകളിൽ 84 എണ്ണത്തിൽ സർക്കാർ നിരാക്ഷേപ പത്രം നൽകിക്കഴിഞ്ഞതാണ്. ഇതാണ് സത്യമെന്നിരിക്കെ ചിലർ നടത്തുന്ന ദുഷ്പ്രചരണം ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. പിണറായി വിജയൻ ഒരു വാക്കു പറഞ്ഞാൽ വാക്കാണ്. ഏത് മതസമുദായക്കാർക്കും അദ്ദേഹത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാം. ആരുടെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. ഒരാളെയും കൂസില്ല. സുഖിപ്പിക്കൽ വർത്തമാനം തീരെ അറിയില്ല. കാപട്യം തൊട്ടു തീണ്ടാത്ത മനുഷ്യൻ. UDF നേതാക്കളെ പോലെ ഒന്ന് പറയുകയും അതിന് നേർവിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം പിണറായിക്കില്ല. അഭിനയം ഒട്ടുമേ അറിയാത്ത നേതാവാണ് പിണറായി. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് 101% വിശ്വസിക്കാൻ കഴിയുന്ന ഭരണകർത്താവ് പിണറായിയെപ്പോലെ മറ്റൊരാളില്ല. പിണറായി വിജയനെ അടുത്തറിയുന്നവരുടെ അനുഭവ സാക്ഷ്യമാണിത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ചെയ്യുന്ന ഓരോ വോട്ടും പിണറായിയിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനുള്ള വോട്ടാണ്. അതൊരിക്കലും പാഴാവില്ല. ഇതോടൊപ്പം ഈ കേസുകളുടെ പൂർണ്ണ വിവരങ്ങളുടെ ഒരു ചിത്രം കൂടി ഡോക്ടർ KT ജലീൽ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ലീഗ് കേന്ദ്രങ്ങളുടെ ആ പ്രചരണം കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ്. CAAയുമായി ബന്ധപ്പെട്ട ബഹുഭൂരിപക്ഷം കേസുകളും പിൻവലിക്കപ്പെടുകയോ പിൻവലിക്കപ്പെടുന്നതിൻ്റെ അവസാന ഘട്ടത്തിലോ ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ലീഗ് അണികൾ ഇത്തരം ബാലിശമായ വാദങ്ങളുമായി രംഗത്ത് വരുന്നത്? അതിന് പ്രധാന കാരണം കോൺഗ്രസിന് ദേശീയ തലത്തിൽ CAA എന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയോട് നിങ്ങളുടെ നിലപാട് CAAയിൽ എന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ശേഷം മറുപടി നൽകാമെന്നായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ മറുപടി. മല്ലികാർജുന ഖാർഗെയുടെ ആ നീണ്ട നിദ്ര ഇതുവരെ അദ്ദേഹം ഉണരാത്തത് കൊണ്ട് ആ വിഷയത്തിലെ നിലപാടും ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഇടതുമുന്നണിയാകട്ടെ CAA എന്ന വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഈ നിമിഷം വരെ എടുക്കുന്ന നിലപാട് ഒന്നാണ്: CAA കേരളത്തിൽ നടപ്പാക്കില്ല. ആ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് മറുപടിയായി ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെത്തുന്ന ചില കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് CAA നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് ഈ നിലപാട് ആവർത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. CAA വിഷയത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഈ പ്രശ്നം അനുഭവിക്കുന്നത്. മുത്തലാഖിന്റെ വിഷയത്തിൽ, യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിൽ എല്ലാം ഇതേ നിലപാടില്ലായ്മ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്.
എന്തായാലും CA വിഷയത്തിൽ കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ഈ CA വിഷയം സൃഷ്ടിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ജനിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CAയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ബഹുഭൂരിപക്ഷവും സർക്കാർ പിൻവലിച്ചു കഴിഞ്ഞു എന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.